السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ആയിഷ വിശ്വാസികളുടെ മാതാവ് ഒരു അടിമ പെൺകുട്ടിയെ വാങ്ങിച്ച് സ്വതന്ത്രയാക്കാൻ ഉദ്ദേശിച്ചു. പക്ഷേ ആ പെൺകുട്ടിയുടെ ഉടമസ്ഥർ അവർ വിൽക്കാൻ റെഡിയായിരുന്നു. പക്ഷേ കണ്ടീഷൻ ഉണ്ടായിരുന്നു, വ്യവസ്ഥ ഉണ്ടായിരുന്നു. വലാ അവരുടെ കീഴിൽ ആയിരിക്കും. അതായത് സ്വതന്ത്രയാക്കപ്പെടുമ്പോൾ ഒരു വിധേയത്വം അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ടാവും, ഇന്ന ആളുമായിട്ടൊരു ബന്ധം പോലെയൊക്കെ. അതിനെയാണ് വലാ എന്ന് പറയുന്നത്. അത് അവരുടെ അടുത്ത് തന്നെ ഇരിക്കും. ആയിഷ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനെപ്പറ്റി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അവർ പറയുന്ന വ്യവസ്ഥകളൊന്നും നീ അവളെ വാങ്ങിക്കുന്നതിൽ നിന്ന് നിന്നെ തടയുന്നില്ല. അതായത് അതൊന്നും നിലവിലുള്ളതൊന്നും അല്ല, നീ വാങ്ങിച്ചോ എന്നുള്ള രീതിയിൽ. കാരണം വലാ എന്ന് പറയുന്നത് സ്വതന്ത്രനാക്കുന്ന ആൾക്ക് ഉള്ളതാകുന്നു. അവരെന്ത് പറഞ്ഞാലും അത് നിയമമാവാൻ പോകുന്നില്ല. عن عبد الله بن عمر رضي الله عنهما أن عائشة أم المؤمنين أرادت أن تشتري جارية فتعتقها فقال أهلها نبيعكها على أن ولاءها لنا فذكرت ذلك لرسول الله صلى الله عليه وسلم فقال لا يمنعك ذلك فإنما الولاء لمن أعتق. ഈന്തപ്പഴത്തിന് പകരം ഈന്തപ്പഴം വിൽക്കുന്നത് ബൈഅത്തംരി ബിത്തംരി. ഇബ്നു ഉമർ റളിയല്ലാഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഗോതമ്പിന് പകരം ഗോതമ്പ് വിൽക്കുന്നത് പലിശയാകുന്നു. അത് തുല്യമായ അളവിൻ അതല്ലെങ്കിൽ തുല്യമായ വിലയ്ക്ക് അല്ലെങ്കിൽ. ഈ രണ്ട് കണ്ടീഷൻ അല്ലാതെ വേറെ രീതിയിൽ ഗോതമ്പിന് പകരം ഗോതമ്പ് വിറ്റ് കഴിഞ്ഞാൽ അത് പലിശയായിട്ടാണ് കണക്കാക്കുക. അതുപോലെ തന്നെ ബാർലിക്ക് പകരം ബാർലി വിൽക്കുന്നതും പലിശയാണ്. അത് ഒരു കയ്യിൽ നിന്നും മറ്റൊരു കയ്യിലേക്ക് അല്ലാതിരിക്കുകയോ അതല്ലെങ്കിൽ തുല്യമായ വിലയ്ക്ക് അല്ലാതിരിക്കുകയോ, അതുപോലെ ഈന്തപ്പഴത്തിന് പകരം ഈന്തപ്പഴം വിൽക്കുന്നതും പലിശയാകുന്നു. അത് ഒരു കയ്യിൽ നിന്നും മറ്റൊരു കയ്യിലേക്ക് മാറുന്നതുവരെയോ അതല്ലെങ്കിൽ അത് തുല്യമായ വിലയ്ക്ക് ആവാതിരിക്കുകയോ ചെയ്താൽ. സമയ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ ബുർറു ബിൽ ബുർരി റിബൻ ഇല്ലാഹ വഹാ വശഈറു ബിശഈരി റിബൻ ഇല്ലാഹ വഹാ വത്തംറു ബിത്തംരി റിബൻ ഇല്ലാഹ വഹാ. ഉണങ്ങിയ മുന്തിരിക്ക് പകരമായി വിൽക്കുന്നത് അല്ലെങ്കിൽ ആഹാരത്തിന് പകരമായി വിൽക്കുന്നത് ബൈസബീബി ബിസബീബി വത്വാമി ബിത്വാമി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസാബന നിരോധിച്ചിരിക്കുന്നു. മുസാബന എന്ന് പറയുന്നത് നല്ല പഴുത്ത ഈന്തപ്പഴങ്ങളെ ഉണങ്ങിയ പഴയ ഈന്തപ്പഴത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നത്. പക്ഷെ അളവ് ശരിയാണ്. അതുപോലെ പച്ച നല്ല ഫ്രഷ് പുതിയ മുന്തിരി ഉണങ്ങിയ മുന്തിരിക്ക് പകരമായി അതേ അളവിൽ വയ്ക്കുന്നതും വിരോധിച്ചിരിക്കുന്നു. عن عبد الله بن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم نهى عن المزابنة والمزابنة بيع التمر بالتمر كيلا وبيع الزبيب بالكرم كيلا. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസാബന വിരോധിച്ചിരിക്കുന്നു. മുസാബന എന്ന് പറയുന്നത് നല്ല പുതിയ പഴം അളക്കാതെ അളന്നു വച്ചിരിക്കുന്ന ഒരു വസ്തുവിന് പകരമായി വിൽക്കുന്നത്. അത് ചിലപ്പോൾ ആ പഴത്തിനേക്കാളും കൂടുതൽ ഉണ്ടാവാം. അത് പഴം വിൽക്കുന്ന ആൾക്കായിരിക്കും കൂടുതലായി ഉണ്ടാവുക. അത് കുറവാണെങ്കിൽ അത് അവൻ്റെ ഭാഗത്തായിരിക്കും കുറവ്. അപ്പോൾ കൂടിയാലും കുറഞ്ഞാലും പുതിയ പഴം വിൽക്കുന്ന ആൾക്കാണ് അതിൻ്റെ നഷ്ടം അല്ലെങ്കിൽ ലാഭം. عن ابن عمر رضي الله عنهما أن النبي صلى الله عليه وسلم نهى عن المزابنة قال والمزابنة أم يبيع التمر بكيل إن زاد فلا وإن نقص فعلي. ഇബ്നു ഉമർ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരത്തിലുള്ള പഴങ്ങൾ വിൽക്കുന്നത് അനുവദിച്ചിട്ടുണ്ട്. ഒരു ഊഹക്കണക്കൊക്കെ വച്ചിട്ട് അത് പഴുക്കുമ്പോൾ ഒരു മാവ് മൊത്തം വിൽക്കുന്നത് അല്ലെങ്കിൽ പ്ലാവ് വിൽക്കുന്നത് അതൊക്കെ അനുവദിച്ചിട്ടുണ്ട്. قال وحدثني زيد بن ثابت أن النبي صلى الله عليه وسلم رخص في العرايا بخرصها. ബാർലിക്ക് പകരമായി ബാർലി വിൽക്കുന്നത് ബൈശഈരി ബിശഈരി. ഇബ്നു ശിഹാബ് വിശദീകരിക്കുന്നു, മാലിക് ബിൻ ഔസ് പറഞ്ഞതായിട്ട് 100 ദിനാർ ചില്ലറ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. തൽഹ ബിൻ ഉബൈദില്ല എന്നെ വിളിച്ചു, ഞങ്ങളത് സംസാരിച്ചു ഈ കാര്യം. അങ്ങനെ എൻ്റെ ദിനാറ് മാറ്റിത്തരാൻ അദ്ദേഹം സമ്മതിച്ചു. അപ്പോൾ വലിയ എന്തെങ്കിലും അളവിലുള്ള പൈസ എന്തെങ്കിലും കൊടുത്തിട്ട് 100 ദിനാറ് ചില്ലറയായിട്ട്
അതായിരിക്കണം, അല്ലാഹു ആലം. അങ്ങനെ അദ്ദേഹം സ്വർണ്ണ നാണയങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണ കഷ്ണങ്ങൾ എന്നോട് വാങ്ങിച്ചു. എന്നിട്ട് അദ്ദേഹം കയ്യിൽ വെച്ച് അത് തിരിച്ചു മറിച്ചൊക്കെ നോക്കി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കടക്കാരൻ, അതായത് കട നടത്തുന്ന ആൾ, എൻ്റെ മാനേജർ എന്നൊക്കെ പറയുന്ന പോലത്തെ, എൻ്റെ കടയിലെ ആൾ വരുന്നത് വരെ, ആളിപ്പോൾ കാട്ടി പോയിരിക്കുകയാണ്, അതുവരെ വെയിറ്റ് ചെയ്യുക. ഉമർ അത് കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ആണ്, നീ തൽഹയുടെ അടുത്ത് നിന്ന് മാറരുത് പൈസ കിട്ടുന്നത് വരെ അവൻ്റെ കയ്യിൽ നിന്ന്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സ്വർണത്തിന് പകരമായി സ്വർണം വിൽക്കുന്നത് പലിശയാണ് എന്ന്. അത് ഒരു കയ്യിൽ നിന്ന് മറ്റൊരു കയ്യിലേക്ക് ആവുന്നതുവരെ, അത് തുല്യമായ അളവിൽ ആയിരിക്കുകയും ചെയ്യുന്നതുവരെ, ഈ രണ്ട് കണ്ടീഷനും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാധനത്തിന് പകരം അതേ സാധനം വയ്ക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഗോതമ്പിന് പകരം ഗോതമ്പ് വിൽക്കുന്നതും പലിശയാകുന്നു. അത് കയ്യിൽ നിന്നും മറ്റൊരു കയ്യിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുവരെയോ അത് തുല്യമായ അളവിൽ ആയിരിക്കുകയോ ചെയ്യുന്നതുവരെ. ബാർലിക്ക് പകരം ബാർലി വിൽക്കുന്നതും പലിശയാകുന്നു. അത് കയ്യിൽ നിന്നും കയ്യിലേക്ക് മാറുന്നത് വരെയോ അതല്ലെങ്കിൽ അത് തുല്യമായിരിക്കുന്നത് വരെയോ. ഈന്തപ്പഴത്തിന് പകരം ഈന്തപ്പഴം വിൽക്കുന്നതും പലിശയാകുന്നു. അത് കയ്യിൽ നിന്നും കയ്യിലേക്ക് മാറ്റപ്പെടുന്നത് വരെയോ അതല്ലെങ്കിൽ തുല്യമായിരിക്കുന്നത് വരെയോ. അൻ ഇബ്നു ശിഹാബിൻ അൻ മാലിക് ഇബ്നു ഔസിൻ അഖ്ബറഹു അന്നഹു തമസ സർഫൻ ബിമിഅതി ദീനാരിൻ ഫദാനി ത്വൽഹത്തു ഇബ്നു ഉബൈദില്ലാഹി ഫതറാവദ്നാ ഹത്താ طرف مني فأخذ الذهب يقلبها في يده ثم قال حتى يأتي خازني من الغابة وعمر يسمع ذلك فقال والله لا تفارقوا حتى تأخذ منه. قال رسول الله صلى الله عليه وسلم الذهب بالذهب ربا إلا هاء وهاء والبر بالبر ربا إلا هاء وهاء والشعير بالوارق ربا إلا هاء وهاء والتمر بالتمر ربا إلا هاء وهاء. സ്വർണത്തിന് പകരമായി സ്വർണം വിൽക്കുന്നത് ബൈദഹബി ബിദ്ദഹബി. അബൂബക്കർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർണത്തിന് പകരം സ്വർണം വിൽക്കരുത്, അത് തുല്യമായ അളവിൽ അല്ലെങ്കിൽ. വെള്ളിക്ക് പകരം വെള്ളി വിൽക്കരുത്, അത് തുല്യമായ തൂക്കത്തിൽ അല്ലെങ്കിൽ. പക്ഷെ നിങ്ങൾക്ക് സ്വർണത്തിന് പകരം വെള്ളിയോ അല്ലെങ്കിൽ വെള്ളിക്ക് പകരം സ്വർണമോ വിൽക്കാവുന്നതാണ്. قال أبو بكر رضي الله عنه قال رسول الله صلى الله عليه وسلم لا تبيعوا الذهب بالذهب إلا سواء بسواء وفضة بالفضة إلا سواء بسواء وبيعوا الذهب بالفضة والفضة بالذهب كيف شئتم. വെള്ളിക്ക് പകരം വെള്ളി വിൽക്കുന്നത് ബൈഉൽ ഫിദ്ദത്തി ബിൽ ഫിദ്ദത്തി. അബൂ സഈദ് വിശദീകരിക്കുന്നു, കൈമാറ്റത്തിനെ പറ്റിയിട്ട് ആണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അദ്ദേഹം കേട്ടിട്ടുണ്ട്, സ്വർണത്തിന് പകരം സ്വർണം വിൽക്കരുത്, അതിൻ്റെ തൂക്കം തുല്യം അല്ലെങ്കിൽ. വെള്ളിക്ക് പകരം വെള്ളി വിൽക്കരുത്, അതിൻ്റെ തൂക്കം തുല്യം അല്ലെങ്കിൽ. അന്ന അബാ സഈദുൽ ഖുദ്രിയ്യ ഹദസ മിസ്ല ദാലിക ഹദീസൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലഖീഹു അബ്ദുല്ലാഹി ഇബ്നു ഉമറ ഫഖാല യാ അബാ സഈദിൻ മാ ഹാദല്ലദീ തുഹദ്ദിസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല അബൂ സഈദിൻ ഫി സ്വർഫി സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു الذهب بالذهب مثلا بمثل والورق بالورق مثل بمثل. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, സ്വർണത്തിന് പകരം സ്വർണം വിൽക്കരുത്, അതിൻ്റെ തൂക്കം തുല്യമല്ലെങ്കിൽ, അത് ഒരു കയ്യിൽ നിന്നും മറ്റൊരു കയ്യിലേക്ക് മാറുകയും ചെയ്യുന്നില്ലെങ്കിൽ. അതുപോലെ തന്നെ കുറഞ്ഞ വിലയ്ക്കുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ കുറഞ്ഞ പൈസയ്ക്ക് വലിയ പൈസയ്ക്ക് അല്ലെങ്കിൽ കൂടിയ വിലയുള്ള സാധനവുമായി വിൽക്കുകയോ അത് അതേപോലെ നേരെ തിരിച്ച് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. വെള്ളിക്ക് പകരം വെള്ളിയും വിൽക്കരുത്, അതിൻ്റെ അളവ് തൂക്കം തുല്യം അല്ലെങ്കിൽ അത് ഒരു കയ്യിൽ നിന്നും മറ്റൊരു കയ്യിലേക്ക് മാറുന്നില്ലെങ്കിൽ. കുറച്ച് വിൽക്കരുത്, കൂടുതലിന് വേണ്ടിയിട്ട് അതുപോലെ തിരിച്ചും ചെയ്യരുത്. സ്വർണം വെള്ളിക്ക് പകരം വിൽക്കാൻ പാടില്ല, അത് ആ സമയത്ത് അവിടെ ഇല്ലെങ്കിൽ. രണ്ട് സാധനം അവിടെ തന്നെ ഉണ്ടാവണം, രണ്ടും അപ്പം തന്നെ കൈമാറ്റം ചെയ്യണം. ആ കൈമാറ്റം നടക്കുന്ന സമയത്ത് അത് അവിടെ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കച്ചവടവും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ സ്വർണം വെള്ളിയുമായി മാറ്റം ചെയ്യുമ്പോഴും അതുപോലെ അതവിടെ സന്നിഹിതമായിരിക്കണം, അവിടെ കൂടെ ഇല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല. അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തബിഉ الذهب بالذهب إلا مثلا بمثل ولا تشفوا بعضها على بعض ولا تبيعوا الورق بالورق إلا مثلا بمثل ولا تشفوا بعضها على بعض ولا تبيعوا منها غائبا بناجز. ദീനാറിന് പകരം ദീനാർ വിൽക്കുന്നത് കടം ആയിട്ട് ബൈ ദീനാരി ബിദ്ദീനാരി നസാഅൻ. അബൂ സ്വാലിഹ്
അസ്സഇയ്യാത്ത് വിശദീകരിക്കുന്നു. അബൂ സഈദ് അൽ ഖുദ്രി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദീനാറിന് പകരം ദീനാർ വെക്കുന്നതും ദിർഹമിന് പകരം ദിർഹം വെക്കുന്നതും അനുവദനീയമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇബ്നു അബ്ബാസ് അങ്ങനെയല്ലല്ലോ പറയുന്നത്. അബൂ സഈദ് മറുപടി പറഞ്ഞു, ഞാൻ ഇബ്നു അബ്ബാസിനോട് ചോദിച്ചിട്ടുണ്ട്, താങ്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആണോ അത് കേട്ടത്, അതല്ലെങ്കിൽ പരിശുദ്ധ പുസ്തകത്തിലാണോ നിങ്ങൾ അത് കണ്ടത്? പരിശുദ്ധ എന്നുള്ള വാക്ക് ഇവിടെ പരിഭാഷയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അത് അറബിയിൽ അത് ഇല്ല. ഈ പരിശുദ്ധ വിശുദ്ധ എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതെന്ന് തോന്നാറുണ്ട് പലപ്പോഴും. കാരണം ഖുദ്ദൂസ് എന്നുള്ള വാക്കാണ് വിശുദ്ധി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിൻ്റെ പേരാണ്. അപ്പോൾ നമ്മൾ വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു വാക്ക് അറബിയിൽ എവിടെയും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ ക്രിസ്ത്യാനികളുടെ കയ്യിൽ നിന്ന് കിട്ടിയതാവാനേ വഴിയുള്ളൂ, അവരുടെ വിശുദ്ധ ബൈബിൾ എന്നൊക്കെ പറയുന്നത് പോലെ. വിശുദ്ധ ഖുർആൻ ഇല്ല, അതിന് പകരം ഖുർആൻ കരീം, ഖുർആൻ മജീദ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആദരണീയമായ ഖുർആൻ അതങ്ങനെയൊക്കെയാണ് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഖുർആൻ ഖുദ്ദൂസ് എന്ന് എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ പരിഭാഷയിൽ അത് തെറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഖുർആനിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഞാൻ അങ്ങനെ പറയുന്നില്ല. അതായത് ഞാൻ കണ്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ റസൂൽ പറയുന്നത് കേട്ടിട്ടുണ്ടെന്നോ ഞാൻ അവകാശം പ്രഖ്യാപിക്കുന്നില്ല. നിനക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്നേക്കാൾ നന്നായി അറിയാമല്ലോ. പക്ഷേ എന്നോട് ഉസാമയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായിട്ട് അറിയിച്ചത്. പൈസ മാറ്റി പൈസ എടുക്കുമ്പോൾ അത് പലിശ അല്ല, അത് കയ്യിൽ നിന്നും കയ്യിലേക്ക് മാറിയാൽ. പക്ഷെ അവിടെ ഒരു താമസം ഉണ്ടെങ്കിൽ പൈസ കൊടുക്കാനോ വാങ്ങിക്കാനോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പലിശയായി മാറും. അന്ന അബാ സ്വാലിഹി സയ്യാത്ത അഖ്ബറഹു അന്നഹു സമിഅ അബാ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു യഖൂലു അദ്ദീനാറു ബിദ്ദീനാരി വദ്ദിർഹമു ബിദ്ദിർഹമി ഫഖുൽതു ലഹു ഇന്ന ഇബ്ന അബ്ബാസിൻ ലാ യഖൂലു ഫഖാല അബൂ സഈദ് സഅൽതു ഫഖുൽതു സമിഅതു മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ വജദ്തഹു ഫീ കിതാബില്ലാഹി തആല ഫഖാല കുല്ല ദാലിക ലാ അഖൂലു വഅൻതും അഅലമു ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന്നി വലാകിന്നി അഖ്ബറനി ഉസാമതു അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ റിബ ഇല്ലാ ഫീ നസീഅ. വെള്ളി സ്വർണത്തിന് പകരമായി വിൽക്കുകയും അതിൻ്റെ പൈസ പിന്നീട് കൊടുക്കുകയും ചെയ്യുന്നു, അത് കടമാണ്. ബൈൽ വരിഖി ബിദ്ദഹബി നസീഅതൻ. അബുൽ മിൻഹാൽ വിശദീകരിക്കുന്നു, ഞാൻ അൽബറാ ബിൻ ആസിബിനോടും സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹുവിനോടും ചോദിച്ചു പൈസ കൈമാറ്റം ചെയ്യുന്നതിനെ പറ്റി. രണ്ടുപേരും പറഞ്ഞു അവൻ എന്നെക്കാളും മെച്ചമാകുന്നു. രണ്ടുപേരും പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർണ്ണവും വെള്ളി എന്നൊക്കെ പറയുന്ന അവരുടെ നാട്ടിലെ പൈസയാണ്, പൈസയ്ക്ക് പകരം പൈസ വിൽക്കുന്നത് കടമായിട്ട് വിൽക്കുന്നത് വിരോധിച്ചിരിക്കുന്നു. സമയത്തു അബാൽ മിൻഹാല ഖാല സഅൽതുൽ ബറാഅ ബിൻ ആസിബിൻ വസൈദ ബിൻ അർഖമ റളിയല്ലാഹു അൻഹും അനി സർഫി ഫകുല്ലു വാഹിദ് മിൻഹുമാ യഖൂലു ഹാദാ ഖൈറുൻ മിന്നി ഫകിലാഹുമാ യഖൂലു നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഇ ദഹബി ബിൽ വരിഖി ദൈനൻ. സ്വർണം വെള്ളിക്ക് പകരമായി വിൽക്കുകയും അത് കയ്യിൽ നിന്ന് കയ്യിലേക്കാണ് ക്യാഷായിട്ട് അപ്പം തന്നെയാണ് ആ ഇടപാട് നടക്കുന്നത്. ബൈദഹബി ബിൽ വരിഖി യദൻ ബിയദിൻ. അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ വിശദീകരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പിതാവ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർണത്തിന് പകരം സ്വർണം വിൽക്കുന്നത് വിരോധിച്ചിരിക്കുന്നു, വെള്ളിക്ക് പകരം വെള്ളി വിൽക്കുന്നതും വിരോധിച്ചിരിക്കുന്നു. അത് തുല്യമായ വെയിറ്റ് അല്ലെങ്കിൽ കനം അല്ലെങ്കിൽ അളവ് അല്ലെങ്കിൽ അത് ഒരു കയ്യിൽ നിന്ന് മറ്റൊരു കയ്യിലേക്ക് മാറുന്നില്ലെങ്കിൽ അപ്പം തന്നെ നടക്കുന്നില്ലെങ്കിൽ. പക്ഷേ ഞങ്ങൾക്ക് സ്വർണത്തിന് പകരം വെള്ളിയോ അല്ലെങ്കിൽ വെള്ളിക്ക് പകരം സ്വർണമോ ആയി വിൽക്കാൻ അനുവാദം ഉണ്ടായിരുന്നു, ഞങ്ങളത് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ. ഹദ്ദസന അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്ര അൻ അബീഹി റളിയല്ലാഹു അൻഹു ഖാല നഹ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഫിദ്ദത്തി ബിൽ ഫിദ്ദത്തി വദ്ദഹബി ബിദ്ദഹബി ഇല്ലാ സവാഅൻ ബിസവാഇൻ വഅമറന അൻ നബ്താ ദഹബ ബിഫിദ്ദത്തി കൈഫ ശിഅ്ന വൽ ഫിദ്ദത ഫിദ്ദഹബി ബിദ്ദഹബി കൈഫ ശിഅ്ന. അൽ മുസാബന എന്ന് പറയുന്ന കച്ചവടം, അതായത് ഉണക്കമുന്തിരി നല്ല പഴുത്ത മുന്തിരിക്ക് പകരമായി വെക്കുകയും അത് മരത്തിൽ നിൽക്കുന്നേ ഉള്ളൂ, പറിച്ചിട്ടില്ല. അതുപോലെ ഉണക്കമുന്തിരി നല്ല പഴുത്ത മുന്തിരിക്ക് പകരമായി വെക്കുന്നത് അതിനെ അൽ അറായ എന്നാണ് പറയുന്നത്. പഴുത്ത മുന്തിരി പറിച്ചിട്ടില്ല, പഴുത്ത ഈന്തപ്പഴം പറിച്ചിട്ടില്ല, അത് മരത്തിൽ പനമരത്തിൽ നിൽക്കുന്നേ ഉള്ളൂ ഈന്തപ്പനയിൽ. അത് ഏകദേശം ഒരു ഊഹക്കണക്കിൽ കണക്കാക്കിയിട്ടാണ് അത് ഉണക്ക ഈന്തപ്പഴത്തിന് വേണ്ടി പകരമായി വെക്കുന്നത്. ബൈൽ മുസാബനത്തി വഹിയ ബൈഉ തംരി ബിത്തംരി വ ബൈഉ സബീബി ബിൽ കർമി വ ബൈഉൽ അറായ. അനസ് പറയുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു മുസാബനയും മുഹാഖലയും.
കൊയ്യാത്ത ഗോതമ്പ് അല്ലെങ്കിൽ അതിൻ്റെ കൊലയിൽ നിൽക്കുന്ന തണ്ടിൽ നിൽക്കുന്ന ഗോതമ്പ് വെറും ഗോതമ്പിന്, അത് പറിച്ച് കൊയ്ത് വച്ചിരിക്കുന്ന ഗോതമ്പിന് പകരമായി വിൽക്കുന്നത് വിരോധിച്ചിരിക്കുന്നു. ഖാല അനസുൻ നഹ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ മുസാബനതി വൽ മുഹാഖലതി. അള്ളാഹു അഅലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.